ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യമെന്ന് ഹൈക്കോടതി. സ്വർണ്ണപ്പാളി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്താൻ സ്പോൺസർക്ക് അനുമതി നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രവൃത്തിയിൽ കോടതിക്ക് സംശയം. 1999 സ്വർണം പൊതിഞ്ഞ പാളി 2019 ചെമ്പ് പൊതിഞ്ഞു എന്നാണ് മഹസർ രേഖകൾ. ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളി ഇളക്കിയ സംഭവം അന്വേഷണം ആവശ്യമായ വിഷയമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 1999 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന്റെ വശങ്ങളിൽ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയതായി രേഖയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനർത്ഥം ദ്വാരപാലക ശില്പങ്ങളിൽ 1999 തന്നെ സ്വർണം പൂശിയിട്ടുണ്ടെന്നാണ്. തുടർന്ന് 2019 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാമെന്ന ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പ് പ്ലേറ്റുകൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖകളിൽ കാണുന്നത്. സ്വർണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തത് വിശദമായി അന്വേഷിക്കണമെന്ന് കോടതി വ്യക്തമാക്കി. 1999 പരമ്പരാഗത രീതിയിലാണ് സ്വർണം പൊതിഞ്ഞതെങ്കിൽ അന്വേഷണം വേണം. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി അനുമതി നൽകാൻ ബോർഡിനുണ്ടായ പ്രേരണ എന്തെന്നും ഹൈക്കോടതി ചോദിച്ചു. രണ്ടാമതൊരു സെറ്റ് ദ്വാരപാലക പാളി സംബന്ധിച്ച വിവരം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. സ്ട്രോങ് റൂമിലുള്ള സ്വർണ്ണപ്പാളികൾ പക്ഷേ ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്ക് കണ്ടെത്താനായില്ല. കുറഞ്ഞ ചെലവിൽ സ്വർണം വേർതിരിച്ചെടുക്കാൻ സ്ട്രോങ് റൂമിലെ പാളികൾ കൈമാറാൻ നിലവിലെ സ്പോൺസർ 2020 ദേവസ്വം ബോർഡിനെ ബന്ധപ്പെട്ടു. ഇത് സംബന്ധിച്ച ഇമെയിൽ വിവരങ്ങളും ഹൈക്കോടതിക്ക് ലഭിച്ചു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലാണ് ഇത്തരം ഗുരുതരമായ കണ്ടെത്തലുകൾ. 99 ദ്വാരപാലക പാളിയിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ തൂക്കമറിയണമെന്നും സ്പോൺസറുടെയും സ്വർണം പൊതിഞ്ഞ വിദഗ്ധന്റെയും വിവരങ്ങൾ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജനം, കൊച്ചി.